അങ്ങനെ വിവാദങ്ങൾക്കെല്ലാം മറുപടിയുമായി ഹനാൻഷി രംഗത്ത് വന്നിരിക്കുകയാണ് സുഹൃത്തുക്കളെ. അതുപോലെ തന്നെ എന്റെ കാസറ്റിൽ ഹക്കീമിനെയും ഇപ്പൊ അത് പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നു. ദുബായ് പോലീസിന്റെ കസ്റ്റഡിയിലാണ് ആളിപ്പോൾ ഉള്ളത്. ഇപ്പൊ വന്ന് ഒട്ടുമിക്ക കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെയും അവസ്ഥ എന്ന് പറയുന്നത് വളരെ പരിതാപകരമാണ് അല്ലെ. മെനിഞ്ഞാന്ന് കാദർ കരിപ്പോടി, ഇന്നലെ ഹെലനോസ് പാട്ട്, ഇന്നിപ്പോ അത് എന്റെ കാസറ്റ്, നാളെ ഇനി ആരാണാവോ എന്തോ. എന്തായാലും കൊള്ളാം. എനിവേ, ഇന്ന് രാവിലെ ഞാൻ ഉറക്കെ എഴുന്നേൽക്കുന്നത് തന്നെ ഹക്കീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തെന്നുള്ള വാർത്ത കേട്ടുകൊണ്ടാണ്. നമുക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള വീഡിയോസ് ഒന്ന് കണ്ടു നോക്കാം. അതിലേക്ക് പോകുന്നതിന് മുമ്പ് സംഭവം എന്താണ് ഏതാണെന്നുള്ളത് ഞാൻ ചെറുതായിട്ടൊന്ന് ചുരുക്കി പറഞ്ഞുതരാം. സംഭവം മറ്റൊന്നുമല്ല, നടനായിട്ടുള്ള ആന്റണി പെപ്പയുടെ കയ്യിൽ നിന്നും ഹണി ട്രാപ്പ് വഴി 25 ലക്ഷം രൂപ ഈ പറയുന്ന ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ ആയിട്ടുള്ള എന്റെ ഹക്കീം തട്ടിയിട്ടുണ്ടായിരുന്നു. ഒരു ഹണി ട്രാപ്പ് സെറ്റപ്പ് വഴിയാണ് പണം തട്ടിയത്. ഏതൊരു പെണ്ണുമായി ബന്ധപ്പെട്ടുള്ള പീഡനത്തിന്റെ സംഭവങ്ങളെല്ലാം പുറത്തു വിടുമെന്നും പറഞ്ഞുകൊണ്ടായിരുന്നു ആ ഭീഷണി. ആ ഭീഷണിക്ക് വഴങ്ങിയാണ് ഈ പറയുന്ന ആന്റണി പെപ്പ 25 ലക്ഷം രൂപ എന്റെ കാസറ്റിന് കൈമാറിയത്. അതിന് ഇടനിലക്കാരനായി നിന്നത് ആരാണെന്ന് അറിയോ? ഹനാൻസിയാണ്. ഇതുമായി ബന്ധപ്പെട്ടുള്ള ചർച്ചകൾ കഴിഞ്ഞ 2-3 ദിവസമായിട്ട് ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ അവിടെ ഇവിടെ കയറ്റി നിറഞ്ഞു നിൽക്കുന്നുണ്ട് അല്ലെ. എന്തായാലും ഇതിനെല്ലാം ഒടുവിലാണ് എന്റെ കാസറ്റിലെ അബ്ദുൽ ഹക്കീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്നുള്ള വാർത്ത വരുന്നത്. എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് നമുക്ക് ദുബായിലുള്ള ഒരുത്തന്നെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. അങ്ങനെ അബ്ദുൽ ഹക്കീമിന്റെ കാര്യത്തിൽ തീരുമാനമായിട്ടുണ്ട്. UAE പോലീസ് അറസ്റ്റ് ചെയ്തു, നാട്ടിലേക്ക് അയക്കാനാണ് പ്ലാനിങ്. ഇതിലും നല്ലത് UAE പോലീസ് സ്റ്റേഷൻ തന്നെയായിരുന്നു. കാരണം നമ്മുടെ നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇവൻ എങ്ങനെയാണ് ജീവിക്കുക? ഇവൻ കുറെ പേരെ എക്സ്പോസ് ചെയ്തിട്ടുണ്ട്, കുറെ ഡ്രഗ് മാഫിയ, കുറെ സെക്സ് റാക്കറ്റുകളൊക്കെ. അവരൊന്നും നല്ലവരാണെന്ന് തന്നെ ഞാൻ പറയുന്നത്. പക്ഷെ അതിലും വലിയ തെണ്ടിത്തരങ്ങൾ ഈ തെണ്ടിത്തരങ്ങളൊക്കെ ചെയ്തിട്ടാണ് അവന് നന്മമരം ചമഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇനി കണ്ടറിയാം അവൻ എന്ത് പറ്റും. സുനിലോജിയോ അല്ലെങ്കിൽ ബാംഗ്ലൂർ ഡ്രഗ് മാഫിയകളോ. അതെ, ഈ പറഞ്ഞ പോലെയൊക്കെ തന്നെയാണ് അവന്റെ കാര്യങ്ങൾ. മിക്കവാറും അവന്റെ കാര്യം ഇതോടുകൂടി തീരുമാനമായി കിട്ടും. അമ്മാതിരി കളിയാണല്ലോ അവൻ ഇത്രയും കാലം ഇൻസ്റ്റാഗ്രാമിൽ കിടന്ന് കളിച്ചുകൊണ്ടിരുന്നത്. ഓരോരോ വലിയ വലിയ ആളുകൾ ഇവൻ വന്ന് എക്സ്പോസ് ചെയ്യുന്നു. ആ എക്സ്പോസ് ചെയ്തത് കാരണം ഇവൻ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് അടിച്ചു പോകുന്നു. ഇവൻ പുതിയ അക്കൗണ്ട് തുടങ്ങി വീണ്ടും എക്സ്പോസിങ് പരിപാടികൾ തുടരുന്നു. ഇങ്ങനെ വന്ന് ഇവനൊരു എക്സ്പോസിങ് കിങ് ആയിട്ട് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ തുടർന്ന് പോവുകയായിരുന്നു. അന്നേരം എല്ലാമുള്ള ഇവന്റെ ധൈര്യം എന്ന് പറയുന്നത് ഇവൻ നാട്ടിലില്ല എന്നുള്ളതാണ്. ഇവൻ ആള് ദുബായിലാണുള്ളത്. അതുകൊണ്ട് തന്നെ നാട്ടിലുള്ള ആർക്കും ഇവനെ തൊടാൻ പറ്റില്ല എന്നുള്ള ഒരു ധൈര്യം ഇവനുണ്ടായിരുന്നു. ആ ഒരു ധൈര്യത്തിൽ ഇവൻ എന്തൊക്കെയാണ് കാണിച്ചു കൂട്ടിയത്. അല്ല, ഇത് ഇങ്ങനെയൊക്കെ തന്നെ പര്യവസാനിക്കത്തുള്ളൂ എന്നുള്ള കാര്യം എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഇവൻ ഏതുവരെ പോകുന്നുള്ള കാര്യം ഞാൻ അങ്ങനെ നോക്കി നിൽക്കായിരുന്നു. എന്തായാലും ഇങ്ങനെ തന്നെ കാര്യങ്ങൾ പര്യവസാനിച്ചത്. സംഭവം കുറച്ച് കാര്യങ്ങൾക്ക് മുമ്പുള്ള ഇവന്റെ എക്സ്പോസിംഗ് ഒക്കെ അടിപൊളിയൊക്കെ തന്നെയായിരുന്നു. അന്ന് ഇവനെ ഞാൻ എന്തോ വലിയ ടോപ്പാക്കി വെച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു. ഇവനായിട്ട് എനിക്ക് പേഴ്സണൽ കോൺടാക്ട് വരാന്നുണ്ടായിരുന്നു. ഞാൻ വളരെ ചുരുക്കം ആളുകളുമായിട്ട് മാത്രമേ പേഴ്സണൽ കോൺടാക്ട് വെക്കാറുണ്ടായിരുന്നുള്ളൂ. അതിൽ ഇവൻ ഉൾപ്പെട്ടിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. കാരണം എനിക്ക് ഇവനെ പണ്ട് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു. ആരും കാണിക്കാത്ത ധൈര്യവും ചാങ്കൂറ്റും ഒക്കെ ഇവൻ കാണിക്കുന്നുണ്ടല്ലോ. ആ ഒരൊറ്റ കാരണം കൊണ്ട് എനിക്ക് ഇവനെ പണ്ട് ഭയങ്കര ഇഷ്ടമായിരുന്നു. ആ ഒരു കാരണം കൊണ്ട് നമ്മൾ തമ്മിൽ ഒരുപാട് കോൺവെർസേഷൻസ് ഉണ്ടായിട്ടുണ്ട്. പക്ഷെ പോകെ ഇവൻ ചെയ്യുന്ന കണ്ടന്റുകൾക്കെല്ലാം ക്രെഡിബിലിറ്റി ഇല്ലാതാവാൻ തുടങ്ങി. ഇവൻ കണ്ട ആളുകളെല്ലാം ഒരു കാരണവും ഇല്ലാണ്ട് വെറുതെ കിടന്ന് എക്സ്പോസ് ചെയ്യാൻ തുടങ്ങി. അതോടെ ഇവന്റെ സ്വഭാവം എനിക്ക് ഏറെക്കുറെ മനസ്സിലായി. ഇവനെ സംബന്ധിച്ചിടത്തോളം ഇവനക്ക് എന്തെങ്കിലും ഒരു കണ്ടന്റ് കിട്ടിയാൽ മതി. അതുകൊണ്ട് തന്നെ ഇവൻ എന്തെങ്കിലും പേഴ്സണൽ അയച്ചു കൊടുത്താണെങ്കിൽ ഇവന് മുന്നും പിന്നും നോക്കാണ്ട് അങ്ങ് വീഡിയോ ഒക്കെ ചെയ്തോളൂ. ഇപ്പൊ നമുക്ക് ഏതെങ്കിലും ഒരു കോർപ്പറേറ്റ് കമ്പനിയോടോ ഏതെങ്കിലും ഫേമിൽ നിൽക്കുന്ന വ്യക്തിയോടോ വൈരാഗ്യമോ ദേഷ്യമോ ഉണ്ടെങ്കിൽ ആ ദേഷ്യവും വൈരാഗ്യം തീർക്കാനുള്ള ഏറ്റവും എളുപ്പമാർഗം എന്താണെന്ന് അറിയോ? ഈ എന്റെ കാസറ്റിനെ ബന്ധപ്പെടുക. നിങ്ങൾക്ക് വൈരാഗ്യമുള്ള വ്യക്തിക്കോ പ്രസ്ഥാനത്തിനോ എതിരെ എന്തെങ്കിലും ഒരു വോയിസ് മെസ്സേജ് അങ്ങോട്ട് അയച്ചു കൊടുക്കാം. ഇവൻ അതെടുത്തൊരു ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോർ ആക്കി ഇട്ടോളൂ. പറയുന്നതിൽ സത്യമുണ്ടോ കള്ളമുണ്ടോ എന്ന് പോലും ഇവൻ അന്വേഷിക്കുക പോലും ചെയ്യില്ല. ഇവൻ അതെടുത്ത് അങ്ങ് സ്റ്റോർ ആക്കി ഇടും. അങ്ങനെ സ്റ്റോർ ആക്കി ഇടുന്നതിന് പിന്നിൽ ഇവന് ചെറിയൊരു ഉദ്ദേശം ഉണ്ട് കേട്ടോ. അങ്ങനെ ഇവന് സ്റ്റോർ ആക്കി ഇട്ട് കഴിഞ്ഞാണെങ്കിൽ ഇവന് സ്റ്റോറിയിൽ ആരോപണം ഉന്നയിച്ചിട്ടുള്ള വ്യക്തി ഇവനെ കോൺടാക്ട് ചെയ്യും. അന്നേരം ഇവൻ പറയുന്നത് എന്താണ്? ഇത്ര രൂപ തന്നു കഴിഞ്ഞാണെങ്കിൽ ഞാൻ സ്റ്റോറി പിൻവലിക്കാമെന്നൊക്കെ ആയിരിക്കും. അവസാനം അവർക്ക് ഇവനെ ഭീഷണിക്ക് വഴങ്ങേണ്ടി വരും. അങ്ങനെ ഇവൻ ഇഷ്ടംപോലെ ആളുകളിൽ നിന്നും ഇഷ്ടംപോലെ പണം തട്ടിയിട്ടുണ്ട്. അതിലൊരു വ്യക്തി മാത്രമാണ് ഈ പറഞ്ഞ ആന്റണി പെപ്പെ. അതിനെ കുറിച്ചൊക്കെ നമ്മൾ മുമ്പത്തെ വീഡിയോയിൽ സംസാരിച്ചതാണ്. എന്തായാലും ഇപ്പൊ ഇവനെ ദുബായ് പോലീസ് അറസ്റ്റ് ചെയ്തത് ആന്റണി പെപ്പയുടെ കയ്യിൽ നിന്നും 25 ലക്ഷം രൂപ തട്ടിയ കേസിലൊന്നുമല്ല കേട്ടോ. അത് മറ്റൊരു കേസിലാണ്. അത് മുട്ടൻ കോമഡിയാണ്. അതെന്താണെന്ന് വെച്ചാണെങ്കിൽ ഇവൻ ആന്റണി പെപ്പയുടെ കയ്യിൽ നിന്നും 25 ലക്ഷം രൂപ തട്ടിയെടുത്ത കഥ പുറത്തു വന്നല്ലോ. അതോടുകൂടി ഇവന് ഭയങ്കര ടെൻഷനായി. അങ്ങനെ ടെൻഷന് പുറത്ത് ഇവൻ എന്താക്കിയെന്ന് അറിയോ? കിക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ഒരു ലൈവ് പോയി. അങ്ങനെ ഇവൻ ലൈവൊക്കെ ചെയ്ത് ലൈവൊക്കെ അവസാനിച്ചു എന്ന് കരുതി ഇവൻ ലൈവ് ഓഫ് ആക്കി. പക്ഷെ ഇവന്റെ ക്യാമറ ഇവൻ ഓഫ് ആക്കിയില്ലായിരുന്നു. ആ ക്യാമറയിൽ ലൈവ് വീഡിയോ റെക്കോർഡ് ആവുന്നുണ്ടായിരുന്നു. അവസാനം ഇവർ എന്ത് ചെയ്തെന്ന് അറിയോ? ലൈവ് അവസാനിച്ചു എന്ന് കരുതി ഇവൻ എന്തോ ഡ്രഗ് എടുത്ത് വലിച്ച് അത് ഈ ക്യാമറയിൽ റെക്കോർഡ് ആവുകയും ചെയ്തു. അതോടെ അവൻ പെട്ടു എന്ന് പറഞ്ഞാൽ മതിയല്ലോ. ഞാൻ അതിന്റെ ക്ലിപ്പ് ഒന്ന് കാണിച്ചു തരാം. പോയി കയ്യിന്ന് പോയി. ഇതൊക്കെ നോക്കി കണ്ട് വേണ്ട ഹക്കീമ വലിക്കാൻ. അറ്റ്ലീസ്റ്റ് ക്യാമറ റെക്കോർഡഡ് ആണെന്ന് നോക്കിയിട്ട് വേണ്ട വലിക്കാൻ. ഇതിപ്പോ സംഭവം ക്യാമറയിൽ റെക്കോർഡ് ആവുകയും ചെയ്തു. ഇവനിട്ട് കുടുങ്ങുകയും ചെയ്തു. എന്തായാലും ഇവന്റെ ക്ലിപ്പ് പുറത്തായതോടു കൂടി എന്ത് സംഭവിച്ചെന്ന് അറിയും? ദുബായിലുള്ള ചില ആളുകൾ ഈ സംഭവം ദുബായ് പോലീസിൽ അങ്ങ് ഇൻഫോം ചെയ്തു. അതോടെ ഇവനെതിരെ അന്വേഷണവും വന്നു. അതുമായി ബന്ധപ്പെട്ട് ദുബായിലുള്ള മറ്റൊരുത്തൻ ചെയ്ത വീഡിയോ നമുക്കൊന്ന് കണ്ടുനോക്കാം.
ഡ്രഗ് മാഫിയക്കെതിരെ പ്രതികരിക്കുന്ന എക്സ്പോസിംഗ് കിങ് അബ്ദുൽ ഹക്കീം എന്ന് പറയുന്ന എന്റെ കാസറ്റ് എന്ന് പറയുന്ന ഒരു ഇൻഫ്ലുവൻസർ കഴിഞ്ഞ ദിവസം രാത്രി 2 മണിക്ക് കിക്ക് എന്ന് പറയുന്ന പ്ലാറ്റ്ഫോമിൽ ലൈവ് വന്നപ്പോൾ അദ്ദേഹം MDMA എന്ന് പറയുന്ന നെത്തടിച്ചുകൊണ്ട് ലൈവിൽ ഡ്രഗ്സ് യൂസ് ചെയ്യുകയുണ്ടായി. ആടാ എന്നാ ചിപ്പ് വരാൻ അതിന്റെ മോള് വന്നില്ല. എനിക്ക് പറയാനുള്ള, നിങ്ങൾ UAE ഡ്രഗ്സ് യൂസ് ചെയ്യുകയാണെങ്കിൽ ഒന്ന്, നിങ്ങൾ എവിടെയാണ്, നാട്ടിലെ പോലെയൊന്നും ആയിരിക്കില്ല, നിങ്ങൾ എവിടെയാണ് എന്ന് പോലും മനസ്സിലാവാത്ത രീതിയിൽ CIDs നിങ്ങളെ പൊക്കിക്കൊണ്ടുപോകും. രണ്ടാമത്തേത്, നിങ്ങളെ പ്രോപ്പറായിട്ട് ഡീപ്പോർട്ട് ചെയ്യും. 3, നിങ്ങൾ ഈ രാജ്യത്തിന്റെ ശാപമാവും നിങ്ങൾ കാരണം. ഇപ്പോൾ UAE പുതിയ റൂൾ വന്നിട്ടുണ്ട്, ഓരോ ഇന്ത്യക്കാരനും UAE പ്രവേശിക്കണം എന്നുണ്ടെങ്കിൽ പോലീസ് ക്ലിയറൻസ് സർട്ടിഫിക്കറ്റ് മസ്റ്റ് ആയിരിക്കുകയാണ്. നിങ്ങളെപ്പോലുള്ളവർ കാരണമായിട്ട്, ഫേക്ക് ഇൻഫ്ലുവൻസേഴ്സ് കാരണമായിട്ട് സൊസൈറ്റി ചിന്തിച്ചു നോക്കുക, അമ്മയെയും പെങ്ങളെയും തിരിച്ചറിയാൻ കഴിയാത്ത രീതിയിലുള്ള സിന്തറ്റിക് ഡ്രഗാണ് MDMA എന്ന് പറഞ്ഞത്. ഈ ഒരു ക്രിയേറ്ററിനെ അന്വേഷിച്ചുകൊണ്ട് കഴിഞ്ഞ ദിവസം കറാമയിൽ CIDs വന്നിട്ടുണ്ടായിരുന്നു. ഏത് നിമിഷവും ഈ അബ്ദുൽ ഹക്കീമിനെ പൊക്കും, ഇമ്മീഡിയറ്റ്ലി UAE നിന്ന് ഡീപ്പോർട്ടും ചെയ്യുന്നതാണ്. ഇനി UAE ഈ ഒരു ഇൻഫ്ലുവൻസറിനെ കാലുകുത്താൻ കഴിയുന്നതല്ല. ഇനി നിങ്ങളോ നിങ്ങളുടെ ഫ്രണ്ട്സോ MDMA പോലത്തെ ഏതെങ്കിലും ഡ്രഗ്സ് യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ യൂസ് ചെയ്യുന്നില്ലെങ്കിൽ പോലും അവരോടൊപ്പം നിങ്ങൾ യാത്ര ചെയ്യുകയോ ഒരു റൂമിൽ സ്റ്റേ ചെയ്യുകയോ ചെയ്താൽ പിടിക്കപ്പെട്ടാൽ നിങ്ങളും കൂട്ടുപ്രതിയാകുന്നതാണ്. പ്രത്യേകം ശ്രദ്ധിക്കുക. വിദേശ രാജ്യത്ത് സ്റ്റേ ചെയ്യുന്ന നിങ്ങളുടെ ഫ്രണ്ട്സിന് ഈ വീഡിയോ പ്രത്യേകം ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം UAE CIDs ആണ്. പൊക്കിക്കഴിഞ്ഞാൽ പൊടി പോലും കാണില്ല, എവിടെയാണെന്ന് കൂടി അറിയാൻ കഴിയില്ല. ജോലി നഷ്ടപ്പെടും, ഫാമിലി നഷ്ടപ്പെടും, റെപ്യൂട്ടേഷൻ നഷ്ടപ്പെടും. നിങ്ങൾ നാടിന്റെ ശാപമായിട്ട് ആ രാജ്യക്കാർക്ക് മുഴുവൻ നിങ്ങൾ കാരണം പ്രയാസം ഉണ്ടാവും കാരണമായി തീരും. ബി കോഷ്യസ്. പറഞ്ഞ പോലെയൊക്കെ തന്നെ സംഭവിച്ച് അവനെ പോലീസ് പൊക്കിയിട്ടുണ്ട്, നാട്ടിലേക്ക് ഡീപ്പോർട്ട് ചെയ്ത് അയച്ചിട്ടുമുണ്ട്. മിക്കവാറും 1-2 ആഴ്ചനുള്ളിൽ ഇവൻ നാട്ടിൽ കാല് കുത്തുമെന്നുള്ളതാണ്. എന്തായാലും ഒരു കാര്യം ഉറപ്പിച്ച്, ഇവൻ നാട്ടിൽ കാല് കുത്തി കഴിഞ്ഞാണെങ്കിൽ ഇവനെ ക്രാഞ്ച് കൊണ്ടുപോകാൻ ഒരുപാട് ടീംസ് കാത്തിരിക്കുന്നുണ്ട്. മറ്റേ സുനിരോജിയും സൈരത്തിനും ടീമൊക്കെ കാത്തിരിക്കുന്നുണ്ട്. അതുകൂടാതെ മിക്കവാറും പെപ്പേന്റെ ഗുണ്ടകളും ഇവനിട്ട് ചാമ്പാടുള്ള എല്ലാ ചാൻസും ഞാൻ കാണുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കരുതിയിരുന്ന മോനെ ഹക്കീമേ. എനിക്കിവിടെ ഹക്കീമിനോട് പറയാനുള്ള ഒരു കാര്യം എന്താണെന്ന് വെച്ചാണെങ്കിൽ, ഇനി അഥവാ നാട്ടിലേക്ക് ഡീപ്പോർട്ട് ചെയ്ത് വരുന്ന ഒരു സാഹചര്യം വരികയാണെങ്കിൽ നൈസായിട്ട് രഹസ്യമായിട്ട് വന്നാൽ മതി. എന്നിട്ട് കുറച്ച് ദിവസം എവിടെയെങ്കിലും രഹസ്യമായിട്ട് താമസിച്ചോ, എന്നിട്ട് വേറെ ഏതെങ്കിലും രാജ്യത്തിലേക്ക് വിസ അപ്ലൈ ചെയ്യാൻ നോക്കുക. അത് കിട്ടിക്കഴിഞ്ഞാണെങ്കിൽ നേരെ വിട്ടങ്ങോട്ട്. പിന്നെ അവിടെ നിന്ന് വീഡിയോ ചെയ്യാതിരിക്കുക, എന്താണെന്ന് വെച്ചാൽ ചെയ്തോ. എന്തായാലും ഇനി നാട്ടിൽ നിൽക്കേണ്ട മോനെ, നിന്ന് കഴിഞ്ഞാണെങ്കിൽ നിന്റെ അധോഗതിയാണ്. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്തായാലും ഇതോടുകൂടി ഇവന്റെ ക്രെഡിബിലിറ്റിന്റെ കാര്യം തീരുമാനമായി. ഇനി ഇവൻ എന്ത് വീഡിയോ ചെയ്താലും ആളുകൾ വിശ്വസിക്കാൻ പോകില്ല. അതാണ് പറയുന്നത്. എല്ലാത്തിനും ഒരു ഒടുക്കവും ഒരു അവസാനവും ഉണ്ട്. നമ്മുടെ സോഷ്യൽ മീഡിയയിൽ എല്ലാത്തിനും മിതത്വം പാലിക്കണം. കണ്ണി കണ്ടവരൊക്കെ തോന്നിയ പോലെ എക്സ്പോസ് ചെയ്യാനും മൂക്കി വിടാനും നിന്ന് കഴിഞ്ഞാണെങ്കിൽ ഇതൊക്കെ തന്നെയായിരിക്കും അവസ്ഥ. എന്തായാലും അങ്ങനെയൊക്കെ പോകുന്നു അബ്ദുൽ ഹക്കീമിന്റെ കാര്യം എന്ന് പറയുന്നത്. ഇനി നമുക്ക് നേരെ ഹനാൻ ഷായിലേക്ക് വരാം. ഹനാൻ ഷായ്ക്കെതിരെയുള്ള ആരോപണം എല്ലാവർക്കും അറിയാലോ. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ തന്നെ ആന്റണി പെപ്പയുടെ ഹണി ട്രാപ്പ് സംഭവത്തിൽ ഇവനാണ് ഇടനിലക്കാരനായിട്ട് നിന്നത്. എന്തായാലും അതുമായി ബന്ധപ്പെട്ട് ഇന്നലെ ഹനാൻ ഒരു ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ഇട്ടിട്ടുണ്ട്. ഞാൻ ആ പോസ്റ്റ് ഒന്ന് വായിച്ചു തരാം. ആ പോസ്റ്റ് ഇങ്ങനെയാണ്: കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി എനിക്കെതിരെ ഏതാനും ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടുകളിൽ നിന്ന് ഒരു അഭിനേതാവുമായി ബന്ധപ്പെട്ട് കളവായും കൃത്രിമമായും വ്യാജ ആരോപണങ്ങൾ ഉന്നയിക്കുന്നത് കണ്ടു. ഈ ഇട്ടിരിക്കുന്ന വീഡിയോകളിൽ ഞാനൊരു അഭിനേതാവിന് പൈസ എക്സ്പോർട്ട് ചെയ്തതായും അതുപോലെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട സ്ത്രീ വിഷയത്തിൽ മീഡിയേറ്റ് ചെയ്തതുമായി പറയുന്ന കാര്യങ്ങൾ യാഥാർത്ഥ്യത്തിൽ തിരിച്ചറിയാതെ കളവായി ഉന്നയിച്ചിട്ടുള്ളതാണ്. ഞാനും ഈ അഭിനേതാവും ഒരുമിച്ച് ഒരു സിനിമയിൽ അഭിനയിച്ചു കൊണ്ടിരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിനെതിരെ എന്റെ കാസറ്റിലെ ഹക്കീം ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ടുള്ള ഒരു സ്റ്റോറി ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്തതായി എന്നോട് പറയുന്നത്. അന്ന് ആ സിനിമ സെറ്റിൽ എന്റെ ഹക്കീം ഫോളോ ചെയ്യുന്നതായിട്ടുള്ള ഏക വ്യക്തി ഞാനായതുകൊണ്ടും അഭിനേതാവും അദ്ദേഹത്തിന്റെ മാനേജറും ഹക്കീമിനെ ബന്ധപ്പെടാൻ സാധിക്കാത്തതിനാലുമാണ് അഭിനേതാവ് എന്നെ കാര്യം അറിയിച്ചത്. ആ കാര്യത്തിൽ അഭിനേതാവും അദ്ദേഹത്തിന്റെ മാനേജറും നിരപരാധിയാണെന്ന് എന്നോട് പറഞ്ഞതിനാലാണ് ഞാൻ ഹക്കീമിനെ ബന്ധപ്പെട്ടതും. ഹക്കീം ആവശ്യപ്പെട്ട പ്രകാരം 25 ലക്ഷം രൂപ നൽകുകയാണെങ്കിൽ പോസ്റ്റ് ചെയ്ത് സ്റ്റോറി ഡിലീറ്റ് ചെയ്യാമെന്നും മേൽ പറഞ്ഞ സ്ത്രീയുടെ പരാതി പിൻവലിക്കാമെന്നും മേലിൽ പരാതിയുമായി മുന്നോട്ട് പോകില്ല എന്നും മേലിൽ ഇതിനെ സംബന്ധിച്ചോ അല്ലെങ്കിൽ സിനിമയെ സംബന്ധിച്ചോ സ്റ്റോറി അല്ലെങ്കിൽ പോസ്റ്റ് ചെയ്യില്ല എന്നും പറഞ്ഞത് പ്രകാരം ഞാൻ ആ വിവരം അഭിനേതാവിനെ അറിയിക്കുകയും അവർ സമ്മതിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 10 ലക്ഷം രൂപ നേരിട്ടു. ബാക്കി 15 ലക്ഷം രൂപ നേരിട്ട് എടുപ്പാൾ സ്വദേശത്ത് നൽകാൻ സാധിക്കാത്തതിനാൽ ഹക്കീമിന്റെയും അഭിനേതാവിന്റെ മാനേജറുടെയും നിർദ്ദേശപ്രകാരം എന്റെ സുഹൃത്തായിട്ടുള്ള എടപ്പാൾ സ്വദേശി സവാദിന്റെ അക്കൗണ്ട് വഴി നൽകേണ്ട സാഹചര്യം ഉണ്ടായി. ആ സാമ്പത്തിക ഇടപാടിൽ അല്ലാതെ വേറെ എനിക്കൊരു പങ്കുമില്ലാത്തതാണ്. മതിയല്ലോ, ഇതന്നെ ധാരാളല്ലേ. എന്തായാലും ഇടപാട് നടത്താൻ മീഡിയേറ്ററായി നിന്നു എന്നുള്ളത് ഹനാൻസിനെ സമ്മതിച്ചല്ലോ. അതന്നെയാണ് ഹനാൻസിയെ കുറിച്ച് എല്ലാവരും ഉന്നയിക്കുന്ന ആരോപണം എന്ന് പറയുന്നത്. എനിക്കിവിടെ ഹനാൻസിയോട് ചോദിക്കാനുള്ള ഒരു ചോദ്യം എന്താണെന്ന് വെച്ചാണ്, ഇപ്പൊ എന്റെ കാസറ്റ് പണം ആവശ്യപ്പെട്ട കാര്യം നിങ്ങൾ പെപ്പയും ടീമിനെയും അറിയിച്ചത് ഓക്കെ, അത് നിങ്ങളുടെ മാന്യത. പക്ഷെ നിങ്ങൾ എന്തിനാണ് ഇതിന്റെ പണം ഇടപാടിൽ മീഡിയേറ്റർ ആയിട്ട് നിന്നു? അതാണ് എന്റെ ചോദ്യം. ഹനാൻസിയെ നേരിട്ട് ഒരിക്കലും ബാധിക്കാത്തൊരു വിഷയം മാത്രമാണിത്. അങ്ങനെ ഒരു വിഷയത്തിന് ഹനാൻസിക്ക് എന്തിന്റെ ആവശ്യം ഉണ്ടായിരുന്നു മീഡിയേറ്റർ ആയി നിൽക്കേണ്ടത്? അവർക്ക് പണം കൈമാറാൻ ഹനാൻസ വഴി മാത്രമേ പറ്റത്തുള്ളൂ, അല്ലാതെ ഇഷ്ടംപോലെ വഴികളില്ലേ. അതിലൂടെ എല്ലാം അവർക്ക് പണം കൊടുക്കാൻ പറ്റുമല്ലോ. എടപ്പാളിലെ ഹനാൻസിന്റെ ഫ്രണ്ട് മാത്രമല്ലല്ലോ ഉള്ളത്. ഈ പെപ്പേനെ തന്നെ ഇഷ്ടംപോലെ കോൺടാക്റ്റുകൾ അവിടെ ഉണ്ടാകും. അവര് വഴിയൊക്കെ പണം കൈമാറിക്കൂടെ? എന്തെല്ലാം വഴികൾ അവിടെയുണ്ട്. ഇതൊക്കെ ഉണ്ടായിട്ടും ഹനാൻസ് എന്തിനും ഇവിടെ മീഡിയേറ്റർ ആയി നിന്നു എന്നുള്ളതാണ് എന്റെ ചോദ്യം. ഉള്ളത് പറയാലോ, ഹനാൻസ് ഈ പറഞ്ഞ കാര്യത്തിൽ ഒരുപാട് വ്യക്തത കുറവുണ്ട്. അതുകൊണ്ട് തന്നെ ഒരു പോസ്റ്റ് ഇട്ട് സ്വന്തം ഉത്തരവാദിത്തത്തിൽ നിന്ന് തടിയുരാമെന്ന് ഹനാൻസ് വിചാരിക്കേണ്ട. ഹനാൻസ് ഇവിടെ മീഡിയേറ്റർ ആയി നിന്നിട്ടുണ്ടെങ്കിൽ ഹനാൻസും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. അതിൽ നിന്നും ഒളിച്ചു കടക്കാമെന്ന് ഒരിക്കലും ഹനാൻസെ കരുതണ്ട. എന്തായാലും ഹനാൻസക്ക് പറയാനുള്ള ബാക്കിയുള്ള വെച്ചോ. ആ സാമ്പത്തിക ഇടപാടിലെ പൈസ ഞാൻ ഹക്കീമുമായി ചേർന്ന് എക്സ്പ്ലോർട്ട് ചെയ്തതായി അഭിനേതാവിന് ഇന്നേ വരെ ഒരു പരാതിയുമില്ല. അതിപ്പോ അഭിനേതാവിന് പറയാൻ പറ്റുമോ ഹക്കീം
ഹക്കീമിനായിരുന്നു നിങ്ങൾ പൈസ പങ്കിട്ടെടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ള കാര്യം അത് നിങ്ങൾ തമ്മിൽ പ്രൈവറ്റ് ആയിട്ട് എങ്ങനെ ചെയ്തേക്കണമെന്ന് ആർക്ക് പറയാൻ പറ്റും. പല മീഡിയേറ്ററായി നിന്നത് കൊണ്ട് അതിനുള്ള സാധ്യതയും തള്ളിക്കളയാനാവില്ലേ. എന്തായാലും ബാക്കിയോട് നോക്കാം. അദ്ദേഹവുമായി ഞാനിപ്പോഴും നല്ല ബന്ധത്തിലാണ്. നിരപരാധിയായ എന്നെ ക്രൂശിക്കാനും കരിവാരി തേക്കാനും വേണ്ടിയാണ് കളവായിട്ടുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുന്നത്. ഞങ്ങളുടെ സിനിമാ പ്രൊഡ്യൂസർ ആയിട്ടുള്ള നിരപരാധിയായിട്ടുള്ള ഷെരീഫ് കയെ ആവശ്യമില്ലാതെ ഇതിൽ വലിച്ചു ഇട്ടതും അതുപോലെ തന്നെ എന്റെ നിർദ്ദേശപ്രകാരം ഇതിൽ ഇടപെട്ട എന്റെ സുഹൃത്തായിട്ടുള്ള സവാദിനെയും ആവശ്യമില്ലാതെ ഇതിൽ വലിച്ചിരിച്ചുള്ളതുമാണ്. എനിക്കെതിരെ കളവായും കൃത്രിമമായും കണ്ടന്റ് ഓർ വീഡിയോയും പോസ്റ്റ് ചെയ്ത എല്ലാവർക്കെതിരെയും ഞാൻ നിയമപരമായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതാണ്. അതുപോലെ തന്നെ എന്റെ നിരപരാധിത്വം ഞാൻ തെളിയിക്കുക തന്നെ ചെയ്യുന്നതാണ്. ഇതാണ് ഹനാൻസിന്റെ പോസ്റ്റ് എന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരുപാട് വ്യക്തിത്വക്കുറവുണ്ട് ഈ പോസ്റ്റ്. ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തടി ഉരാനുള്ള ഒരു ശ്രമമായിട്ടാണ് എനിക്കിത് കണ്ടപ്പോൾ തോന്നിയത്. എന്തായാലും ഹനാൻഷ ഇതിനൊരു ക്ലിയർ ക്ലാരിഫിക്കേഷൻ നൽകിയ ഒരു വീഡിയോ ചെയ്യണമെന്ന് തന്നെയാണ് എന്റെ അഭിപ്രായം. ഇല്ലെങ്കിൽ ഇത് ഹനാൻഷയുടെ ക്രെഡിബിലിറ്റിയെ തന്നെയാണ് ബാധിക്കാൻ പോകുന്നത്. ഈ പോസ്റ്റിന്റെ കമന്റ് ബോക്സ് എടുത്ത് നോക്കിയാൽ തന്നെ ഒരുപാട് ചോദ്യങ്ങൾ പലരും ഉന്നയിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് പെപ്പയുമായിട്ടുള്ള സാമ്പത്തിക ഇടപാടിൽ മീഡിയേറ്ററായി നിന്നു എന്ന് ഹനാൻഷ തന്നെ സമ്മതിച്ച സാഹചര്യത്തിൽ പല ഡൗട്ടും പലർക്കും ഉണ്ട്. അത് ക്ലിയർ ചെയ്ത് കൊടുക്കേണ്ടത് ഹനാൻഷയും കൂടി ഉത്തരവാദിത്തമാണ്. ഒരു പബ്ലിക് ഫിഗർ എന്ന നിലയിൽ ഹനാൻഷയുടെ ഉത്തരവാദിത്തമാണ്. അതിൽ നിന്നും ഹനാൻഷ ഒഴിഞ്ഞു മാറില്ലെന്ന് കരുതുന്നു. എനിവേ ഇങ്ങനെയൊക്കെയാണ് കാര്യങ്ങളുടെ കെടുപ്പ് വശം എന്ന് പറയുന്നത്. എന്തായാലും പലനാൾ കള്ളൻ ഒരു നാൾ പിടിയിൽ എന്ന് പറഞ്ഞ മതിരായി ഇപ്പൊ എന്റെ കാസറ്റിൽ ഹക്കീമിന്റെ അവസ്ഥ. ഇത്രയും കാലം പലരെയും ഭീഷണിപ്പെടുത്തിയും ഹണി ട്രാപ്പിൽ പെടുത്തിയും ലക്ഷ്യങ്ങൾ സമ്പാദിച്ചു. ഇനി കുറച്ചു കാലം ജയിലിൽ കഴിയട്ടെ. അത്ര എനിക്ക് പറയാനുള്ളൂ. എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത്? താഴെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുമല്ലോ. അടുത്തൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം.